ദിലീപിൻ്റെ സിനിമകളിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ട് തരാനായിട്ട് ദിലീപിന് സാധിച്ചിട്ടുണ്ട്. ഈ ഏജ് ഫാക്ടറിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമഡി എലമെൻറ്റുകളൊക്കെ ഇല്ലേ, അത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. അത് എൻ്റെ അപ്പുറേ വന്നിരുന്ന ആൾക്കാരും എൻ്റെ അപ്പുറേ വന്നിരുന്ന ആൾക്കാരൊക്കെ പടത്തെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രം വന്നിരുന്ന ആൾക്കാരാണ്. കാരണം ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും, ഇയാളിപ്പോൾ എന്നെ കാണിക്കാൻ പോകുന്നത്. കാരണം ഓൾറെഡി റിവ്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാനും ഈ സിനിമ ഇപ്പോഴാണ് കണ്ടത്. കാരണം അതെൻ്റെ ഒരു തെറ്റായിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. റിവ്യൂ കണ്ടതിന് ശേഷം എന്നാൽ ഈ സിനിമ കാണാൻ പോകണ്ട എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിലൊരാളാണ് ഞാനും. ഞാൻ വിചാരിച്ചിട്ട് വെറുതെ പൈസ കളയാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നും മിച്ചം പിടിച്ചിട്ട് ഒരു സിനിമ കാണാനായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കിന് ആ സിനിമ അട്ടർ ഫ്ലോപ്പ് ആണെങ്കിൽ നമുക്ക് ആ സിനിമ കാണുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ റിവ്യൂവിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ചില താരങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഫഡപ്പായിപ്പോയി. കാരണം ഈ സിനിമയും അദ്ദേഹത്തിൻ്റെ പൊട്ടിപ്പോകുമോ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. എക്സ്പെഷ്യലി ദിലീപിൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്, ദിലീപ് നിൽക്കുമ്പോൾ ദിലീപിന് ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് നല്ല രീതിയിൽ അഭിനയിപ്പിക്കാനായിട്ടും നല്ല രീതിയിലുള്ള കൗണ്ടേഴ്സ് പറയിപ്പിക്കാനായിട്ടും നോക്കാറുണ്ട്. അത്തരത്തിൽ നല്ല കിടിലം കൗണ്ടറുകൾ ചുറ്റുപാട് നിന്നിരുന്ന ബിന്ദു പണിക്കരാണേലും, ബിന്ദു പണിക്കരെ തന്നെ സ്വന്തമായിട്ട് ട്രോളുന്നുണ്ട് കേട്ടോ, സിദ്ദിഖാണേലും, ഒപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ, ഉർവശി ചേച്ചി, അശ്വൻ എന്നിവരൊക്കെ ഈ ഒരു പടത്തിനകത്ത് മാക്സിമം എഫോർട്ട് ഇട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കോമഡികളൊക്കെ ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആക്കി തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വർക്കൗട്ടായി, പേഴ്സണലി എനിക്ക് വർക്കൗട്ടായി. എൻ്റെ ഇപ്പുറം ഇരുന്ന കുറച്ച് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു, ആ കുഞ്ഞു കുട്ടികൾക്കും വർക്കൗട്ടായി. ഞാൻ പറഞ്ഞത് എൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന ആൾക്കാർ ഓൾറെഡി കുറ്റം പറഞ്ഞാനായിട്ട് എൻ്റെ ഒരു മൂഡ് തന്നെയായിരുന്നു. കാരണം റിവ്യൂ കണ്ടിട്ടാണ് ഇവരും വന്നേക്കുന്നത് എനിക്ക് മനസ്സിലായി. അവർ കുറ്റം പറയാനുള്ള മൂഡിൽ തന്നെയായിരുന്നു. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇയാൾ കാണിക്കുന്ന സീൻസിന് എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞു, ദിലീപ് എന്ത് ചെയ്യുന്നു അതിനൊക്കെ ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇവരിരുന്ന് ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഇവർ അന്യചിരിയും കയ്യടിയും ബഹളവും കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് പടം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഉന്മേഷമായി. കാരണം നമ്മൾ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. കാരണം ഒരുപാട് എലമെൻറ്റുകൾ ചിരിക്കാനായിട്ടുണ്ട്. നായികയുടെ എൻട്രി അത് പറയേണ്ടി തന്നെയാണ്. ചിഞ്ചു റാണി എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൻ്റെ ചെയ്യുന്ന. റാണി എന്നാണ് ആ ഒരു ആളുടെ പേര് കേട്ടോ. ഇവർ ആദ്യത്തെ സിനിമയാണെന്ന്, അതിൻ്റെ അത് നായികയുടെ ആദ്യത്തെ സിനിമയാണെന്നുള്ളത് ഒരു രീതിയിലും പറയത്തില്ല. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഇതിൻ്റെ അകത്ത് ചിഞ്ചു റാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ കാഴ്ചവെച്ചിരിക്കുന്നത്. പടം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്തും ചിഞ്ചു റാണിക്ക് ഫാൻസ് കുഞ്ഞു പിള്ളേരായിരുന്നു. ദിലീപിനേക്കാൾ കൂടുതലായിട്ട് ഫാൻസ് ചിഞ്ചു റാണിക്ക് വന്നിട്ടുണ്ട്. പടം അത്രയും ഗംഭീരമായിട്ട് അവർ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. വിൻഡോ സ്റ്റീഫൻ എന്ന ഡയറക്ടർ, നവാഗതനായ ഡയറക്ടറുടെ പടമാണ്. ലെസ്റ്റൻ സ്റ്റീഫനാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പടത്തിനകത്തെ മ്യൂസിക്കിനെ പറ്റി പറയേണ്ടതുണ്ട്. നല്ല മ്യൂസിക്കാണ്. ഓൾറെഡി പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പാട്ട് ഹിറ്റായിരുന്നു. അഫ്സലക്കയുടെയൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. സനൽ ദേവാണ് പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പടത്തിനകത്ത് എടുത്തു പറയേണ്ട 2-3 ക്യാരക്ടേഴ്സിൽ ഒന്ന് ജോണി ആന്റണിയാണ്, മഞ്ജു പിള്ളയാണ്. ഇവരൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും വളരെ ഗംഭീരമാണ്. മഞ്ജു പിള്ള ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് നല്ല